പ്രൈസ് ദി ലോർഡ്. വീണ്ടും മോർണിംഗ് മന്നാ സന്ദേശവുമായിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലൊരു ഭാഗം നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് 12-ാം അധ്യായത്തിലെ 3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. 14-ാമത്തെ വാക്യം. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിപ്പാൻ വേണ്ടി അവന് വിരോധമായി തമ്മിലാലോചിച്ചു. 15-ാമത്തെ വാക്യം കൂടെ. യേശു അതറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി വളരെ പേർ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെയൊക്കെയും സൗഖ്യമാക്കി തന്നെ പ്രസിദ്ധമാക്കരുതെന്ന് അവരോട് ആജ്ഞാപിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പാരഗ്രാഫാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ശബത്ത് ദൈവജനത്തിന്, ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത 10 കൽപ്പനകളിൽ ഒന്നാണ്. ശബത്തിൽ ആമേൻ ചെയ്യണം, ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ ആ നിയമജ്ഞരുടെ ഇടയിൽ, പരീശരുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ അവർ തന്നെ എന്ത് ചെയ്ത് ഉണ്ടാക്കിയിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ബന്ധിക്കപ്പെട്ടൊരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നത്. ആ സൗഖ്യമാക്കുന്നത് അത് യഥാർത്ഥത്തിൽ നമുക്ക് ആ ഭാഗം അറിയാം. കൈ വരണ്ട ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. എവിടെയാ? പള്ളിയിൽ കൈ വരണ്ട ഒരു മനുഷ്യൻ. ആ പള്ളിയിൽ തന്നെ പരീശന്മാരും ഉണ്ടായിരുന്നു. പരീശന്മാരെന്തിനാ ആ കൈ വരണ്ട മനുഷ്യൻ്റെ കൂടെ അവിടെ നിൽക്കുന്നതെന്നറിയാം. നമുക്കിപ്പോൾ വായിച്ച വാക്യത്തിനകത്തുണ്ട്. എന്തിനാ? അവനെ സൗഖ്യമാക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മാത്രമല്ല, പിന്നെ സൗഖ്യമാക്കുന്ന വിഹിതമാണോ എന്ന് പരീക്ഷിച്ച് ചോദിക്കുന്നൊരു അനുഭവം കൂടെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. സ്തോത്രം. നോക്കിയേ, ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് ഈ ശബത്തിനെ ബഹുമാനിച്ച് കൊണ്ട് തന്നെയാണ് അവനെ വിടുവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ശബത്തെന്ന് പറയുന്നൊരു ലേബലിനെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ ആടോ കാളയൊക്കെ നോക്കിയേ, നിങ്ങളെ ഒരുത്തനൊരു ആടുണ്ടെന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴി വീണ, ശബത്തിലാ, നീ അവിടെ കിടന്നോ എന്ന് പറയുമോ? ഇവിടെ നിൻ്റെ ആടിനെ നീ വില കൊടുക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് ഇത്ര രൂപ മാത്രം കിട്ടുന്ന ഈ ആടിന് നീ വില കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ സർവ്വലോകത്തെക്കാട്ടിലും വിലയുള്ളൊരു മനുഷ്യനെ ശബത്ത് നാളിൽ ഞാൻ സൗഖ്യമാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്നാ കർത്താവ് അവിടെ ചോദിക്കുന്നു. എന്നിട്ട് ആ മനുഷ്യനോട് പറയും, അവനെ കൈ നീട്ടടാ. അവൻ എന്തോ ചെയ്തു? സൗഖ്യമായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പരീശന്മാർ വിചാരിക്കേണ്ടത് എന്താ? ഞങ്ങൾക്കൊരാളെ ഇങ്ങനെ സൗഖ്യമാക്കാൻ പറ്റുമോ? ഞങ്ങൾ എത്ര വിചാരിച്ചാലും ഇവനെ സൗഖ്യമാക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇവൻ എന്നെ സൗഖ്യമായി പോകത്തില്ലായിരുന്നോ? അപ്പോൾ ഇത് ചെയ്തത് ദൈവമാണെന്ന് വിശ്വസിക്കേണ്ടതിന് പകരം ഇത് മനസ്സിലാക്കേണ്ട പരീശന്മാർ അവർ ഭ്രാന്ത് പിടിച്ചെന്ത് ചെയ്ത് അവർ വിട്ടുപോയി. കർത്താവ് അവിടെ നിന്ന് ഇറങ്ങി. കർത്താവ് ഇറങ്ങിയപ്പോൾ കർത്താവിൻ്റെ കൂടെ കുറച്ച് പേര് ഇറങ്ങി. കാരണം എന്താണെന്നറിയാം? അവർക്കറിയാം ദൈവാത്മാവിലല്ലാതെ ഒരു ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം കേട്ടോ. ചില ഉന്നതന്മാരുടെ കണ്ണുകളെ ചില കുടുംബ കുലീനതയുള്ള ചിലരുടെ കണ്ണുകളെ അടച്ചു വെച്ചപ്പോൾ എൻ്റെ നിങ്ങളുടെ കണ്ണ് തുറന്ന് യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാൻ ദൈവം ഭാഗ്യം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ഹല്ലേലൂയ. നോക്കിയേ, അവരെ എല്ലാവരും, അതാ എന്നെ ചിന്തിപ്പിച്ചത്. 15-ാമത്തെ വാക്യം. അവൻ അവരെയൊക്കെയും സൗഖ്യമാക്കി. കർത്താവിൻ്റെ പിന്നാലെ ശബത്തെന്ന് പറയുന്ന വെല്ലുവിളികളെ ഏറ്റെടുത്ത് യേശുവിൻ്റെ പിന്നാലെ ചെന്ന് എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കി. ഇന്ന് പകൽ ചില മാനുഷികമായിട്ടുള്ള ചില ലേബലുകൾക്കകത്ത് നീ ഒതുങ്ങിപ്പോകാതെ ചില വെല്ലുവിളികൾ ഏറ്റെടുത്ത് ആത്മനിയോഗത്തോടെ കർത്താവിൻ്റെ പിന്നാലെ ചെന്നാൽ നിലനിൽക്കുന്ന ചില സാക്ഷ്യങ്ങളുടെ ഹല്ലേലൂയ വലിയ മഹത്വകരമായ അനുഭവങ്ങൾ വിവരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കും. അതിനായിട്ട് ദൈവം നമ്മളെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തി കാണട്ടെ. ഹല്ലേലൂയ. ചില വെല്ലുവിളികൾ ഏറ്റെടുത്ത് കർത്താവിൻ്റെ പിറകെ പോയവരുണ്ട്. സമൂഹം വിലക്കിയവരുണ്ട്. സമൂഹത്തിൻ്റെ കർത്താവെ നിന്ദകളേറ്റവരുണ്ട്. വിവാഹത്തിന് പോലും ക്ഷണിക്കാതിരുന്നവരുണ്ട്. ഭവനത്തിനകത്തൊരു വിശേഷ ഹല്ലേലൂയ പ്രോഗ്രാമിന് ക്ഷണിക്കാതിരുന്ന ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഞങ്ങൾ അനുഗമിക്കുന്ന ഞങ്ങളുടെ യേശുവിനെയാണ്. ഞങ്ങൾ അനുഗമിക്കുന്നത് ഞങ്ങളുടെ കർത്താവിനെയാണ്. അവിടെ ഞങ്ങളെ ഒരു നാൾ കൈവിടത്തില്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞതിനായിട്ട് നന്ദി. ഇവരെല്ലാവരും ആത്മാവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പ്രൈസ് ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.